വിസി നിയമനത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ സുപ്രീം കോടതിയെ സമീപിച്ചു. വിസി നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ ചൊവ്വാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ബി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഭവ്യ, സംസ്ഥാന സർക്കാരിന് അനുകൂലമായി ഗവർണർക്ക് എതിരെയുള്ള വിധിയായിരുന്നു താൽക്കാലിക വിസി, ടെക്നിക്കൽ അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല വിസിമാരുടെ താൽക്കാലിക വിസിമാർ നിയമിച്ച ഗവർണറുടെ ഉത്തരവ് തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. ആ വിധിക്കെതിരെ ഗവർണർ അപ്പീൽ പോകുമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഇന്ന് ഗവർണറുടെ രാജ്ഭവന്റെ അപ്പീൽ സുപ്രീം കോടതിയിലെത്തി. അത് ഫയൽ സ്വീകരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുകയും അത് ഫയൽ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. സർക്കാരും തടസ്സങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു ഹർജി ഗവർണർ രാജ്ഭവൻ നൽകിയാൽ സർക്കാരിന്റെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയാണ് സംസ്ഥാനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സർക്കാരിന്റെ ഭാഗവും കേൾക്കും. UGC ചട്ടങ്ങൾ ബാധകമല്ല താൽക്കാലിക വിസി നിയമനത്തിനെന്നായിരുന്നു ഹൈക്കോടതി വിധിയിൽ പരാമർശം. അതിന് വ്യക്തത തേടിയാണ് രാജ്ഭവൻ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുന്നത്. സംസ്ഥാന സർക്കാർ തങ്ങളുടെ വാദവും വ്യക്തമാക്കും. കേരള ഡിജിറ്റൽ അതുപോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളുടെ ചട്ടങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട് താൽക്കാലിക വിസി നിയമനത്തിന് ഗവർണറുടെ ചാൻസലറുടെ അനുമതി വേണ്ട, അത് സർക്കാരിന് തീരുമാനിക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗവർണർ അധികാരപരിധി മറികടന്ന് ചാൻസലറുടെ അധികാരപരിധി മറികടന്നുള്ള നീക്കമാണ് നടത്തിയത്. അത് ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതി വിധി. അത് തന്നെ തുടരണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരും കോടതിയിൽ വാദിക്കും. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.